സുഹൃത്തുക്കളെ, ഹൈറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന എലിവേഷനിലുള്ള ഈ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ അടുത്താണ്. ന്യൂ ആൾസ് ലോ കോളേജ്, കിൻഫ്ര, അതുപോലെ അദാനി ഗ്രൂപ്പിന്റെ പുതിയ പ്രോജക്റ്റ്, അതുപോലെ തന്നെ ലുലു ഫുഡ് കോർട്ട്, ഇതിന്റെയൊക്കെ തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നല്ലൊരു വില്ല പ്രോജക്റ്റ് ആണ്. അതിൽ കംപ്ലീറ്റ് വില്ലം സെയിലായി കഴിഞ്ഞ് ഇനി നമുക്കുള്ളത് ഈ കാണുന്ന വില്ല മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി നല്ല എലിവേഷനിലും, അതുപോലെ തന്നെ 4,380 ഉണ്ട് സ്ഥലം. അതുപോലെ തന്നെ 2,180ഓളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 3 വാഹനം സിമ്പിൾ ആയിട്ട് പാർക്ക് ചെയ്യാം. ഒരു വാഹനം ഈ ഒരു ഭാഗത്തും, അതുപോലെ തന്നെ 2 വാഹനം അങ്ങോട്ടും കയറ്റിയിട്ടാലും നമുക്ക് അത്യാവശ്യം സ്പേസ് ഒക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്. അതുപോലെ കടുപ്പ കല്ലുകൾ, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു ചെറിയ ഗേറ്റ് ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്. അത്യാവശ്യം ഒരുപാട് സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. കിണർ സൗകര്യമുണ്ട്, നല്ല ക്ലിയർ വാട്ടറാണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കുകയാണെങ്കിൽ കടന്നാല വാ, കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. മഹാഗണി, ആഞ്ഞിലി മുതലായവ തടികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. കജാരിയൻ ടൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ഏരിയ വരുന്നത്. പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഇവിടെ നമുക്ക് എന്തെങ്കിലും പ്ലാന്റ്സുകളൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് വാഷ് ബേസിൻ ഒരു കൗണ്ടർ വരുന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ഈ ഒരു ബേസും കൊടുത്തിട്ടുള്ളത് സൊമാനിയുടെ ആണ്. അത്യാവശ്യം സ്പേസ് നമുക്ക് ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇൻവെർട്ടർ വെക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ താഴെ നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ നേരെ കയറി വരുമ്പോൾ ഇതാണ് ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വാർഡ്രോബിന്റെ സ്ഥാനം വരുന്നത്. അതുപോലെ അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു ചെറിയ ബാത്റൂമും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ 3 പാളികളുള്ള വിൻഡോയും, അതുപോലെ തന്നെ ഇവിടെയും 3 പാളികളുള്ള വിൻഡോ വരുന്നുണ്ട്. ഇവിടെ പർഗോള വരുന്നുണ്ട്. അതുപോലെ തന്നെ മോഡുലർ കിച്ചൺ വരുന്നുണ്ട്. ഒരു എൽ ഷേപ്പിലാണ് ഇതിന്റെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വർക്ക് ഏരിയ സ്പേസ്, നമുക്ക് ഈ ഒരു ഭാഗത്ത് വർക്ക് ഏരിയ നല്ല ഒരുപാട് സൗകര്യം നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 2 ഭാഗത്തും ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഇനി നമുക്ക് അറിയാനുള്ളത്, നമുക്ക് മേളിലെ ബെഡ്റൂം, അതുപോലെ തന്നെ ചെറിയൊരു ലിവിങ് ഏരിയ, ഇതെല്ലാം നമുക്കൊന്ന് കാണാം. വാ, കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ട് സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽ മരത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് അതുപോലെ തന്നെ നല്ല ഒരു മാറ്റ് ഫിനിഷ് ടൈലുകൾ ഇവിടെ വിരിച്ചിട്ടുണ്ട്. അപ്പർ ലിവിങ് ഏരിയ എന്ന് പറയുന്നത് സ്പേസ് അധികം ഇല്ല, ചെറിയൊരു സ്പേസിലാണ്. ഇതിൽ മേളിൽ 3 ബെഡ്റൂം വരുന്നുണ്ട്. 3 ബെഡ്റൂം, യൂട്ടിലിറ്റി ഏരിയ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം യൂട്ടിലിറ്റി ഏരിയ തന്നെ ഒന്ന് കാണുക. കയറി വരുമ്പോൾ തന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊഫഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡോറ് തുറന്ന് മേളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസും ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടാ, ഇത് കവേർഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. മേളിൽ അലക്കി വിരിച്ചിടാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മേളിൽ 3 ബെഡ്റൂം ഉണ്ടല്ലോ, 3 ബെഡ്റൂമിലേക്ക് തന്നെ കിടക്കാതെ. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോൾ നല്ല നീളത്തിലുള്ള ബെഡ്റൂമാണ് കേട്ടോ. ഇതൊരു ബെഡ്റൂം, അതിൽ വാൾറൂമും കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നാച്ചുറൽ ലൈറ്റ് കിട്ടാവുന്ന രീതിയിലാണ് ഇതും ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് കിടക്കാം. വാ, അപ്പൊ 3 ഫേസ് കണക്ഷൻ ആണ്. മാറ്റ് ഫിനിഷ് ടൈലുകൾ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലെല്ലാം. ഇത് 3ാമത്തെ ബെഡ്റൂം. അപ്പൊ 3 ബെഡ്റൂം, 4 ബെഡ്റൂം അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന പ്രൈസും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഇതാണ് 3ാമത്തെ ബെഡ്റൂം. 3ാമത്തെ ബെഡ്റൂം ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് ഒരു ചെറിയ ബാൽക്കണിയിലേക്കുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയിലേക്കുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ചെറിയ ബാൽക്കണി ഇവിടെ വരുന്നുണ്ട്, കണ്ട. അപ്പൊ നല്ല റെസിഡൻഷ്യൽ ഏരിയ, കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഇത്രത്തോളം സൗകര്യത്തിൽ ഒരുക്കിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബാൽക്കണി, ലാസ്റ്റത്തെ ബാൽക്കണിയിലേക്ക് തന്നെ കിടക്കാതെ. ഇതാണ് ബാൽക്കണി കേട്ടോ. അപ്പൊ 4,380 ഉണ്ട്. സെന്റിലാണ് ഒരുക്കിയിട്ടുള്ള 2,180 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി.
4 ബെഡ്റൂം, താഴെ ഒരു ബെഡ്റൂം, മേളിൽ 3 ബെഡ്റൂം, യൂട്ടിലിറ്റി ഏരിയ, ബാൽക്കണി, എല്ലാ സൗകര്യങ്ങളും. അതിലുപരി നല്ലൊരു വില്ല പ്രോജക്റ്റ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 1,10,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ തൊട്ടടുത്തായിട്ട് വരുന്ന ഈ ഒരു ഏരിയയിൽ ഇത്ര നല്ലൊരു വീട് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇതിന് ചോദിക്കുന്ന 1,10,00,000 രൂപയാണ്. താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പർ വിളിക്കാം. നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ.